നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 3/6/2026 ബുധനാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക കർഷകരും. ഇനി നമുക്ക് കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 261, RSS 5 കിലോ 258, ISN 20 208, ലാറ്റക്സ് 60% DRC 165 രൂപ 90 പൈസ, ലൂസ് കിലോ 251 രൂപ 50 പൈസ, ലോട്ട് കിലോ 212 മുതൽ 217 രൂപ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 261, RSS 5 കിലോ 258. ഇതാണ് രാവിലത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 250, RSS 5 കിലോ 247. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 152, 60% DRC ഒട്ടുപാൽ കിലോ 114. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 291 രൂപ 1 പൈസ, RSS 5 കിലോ 290 രൂപ 57 പൈസ. ഇനി കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് 226, ഫാക്ടറി വില 236. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ വാലിന് 11,300 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ വാലിന് 13,560 രൂപ, 35% DRC ഉള്ള 200 ലിറ്റർ 15,820 രൂപ, 40% DRC ഉള്ള 200 ലിറ്റർ 18,080 രൂപ. കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 253, RSS 5 കിലോ 250, ISN 20 206 രൂപ 50 പൈസ മുതൽ 207 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 148 വരെ. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ ടാപ്പിംഗ് ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും ചാറ്റൽ മഴ കാരണം മിക്ക ആൾക്കാർക്കും നിരാശപ്പെടേണ്ടി വരും. എന്നാൽ കവറിട്ട മരങ്ങൾ ടാപ്പ് ചെയ്യാൻ യഥേഷ്ടം സാധിച്ചു. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 1 ഗ്രാം 14,320, 1 പവൻ 1,14,560. കുരുമുളക് ഗാവള കിലോ 724, കുരുമുളക് അൺഗാവള കിലോ 704, കുരുമുളക് പുതിയ 696, തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 40 മുതൽ, കാഞ്ഞിരക്കുരു 1,880, കയറഴക്കയർ 10, കരിപ്പൂട്ടി കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോട് കൂടി 330, കൊപ്ര അടുത്തപടി 147. നിരവധി നെഗറ്റീവ് വാർത്തകളാണ് ഡെയിലി നമ്മൾ കേൾക്കുന്നത്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ മക്കളുടെ കൺമുന്നിലിട്ട യുവതിയെ കഴുത്തറുത്ത് കൊന്നു ഭർത്താവ്. നാലാഞ്ചിറയിലാണ് സംഭവം. കഴുത്തറുത്തതിന് ശേഷം ഭർത്താവ് കാറിൽ രക്ഷപ്പെട്ടു. പോലീസ് വന്ന് കൊല്ലപ്പെട്ട ഹസീനെ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടെന്ന് വളരെയധികം നന്ദി.